Hello everyone. ഓക്കെ, ഇത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആൻഡ് സേഫ്റ്റി എന്ന പേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിങ്ങിൻ്റെ 7th സെമസ്റ്ററിലെ പേപ്പറാണ്. KTU സിലബസ് പ്രകാരമുള്ള ഈ പേപ്പറിൻ്റെ കോഡ് FS403 ആണ്. ഇതിൽ ആക്ച്വലി സിലബസ് എന്ന് പറയുന്നത് KTU പ്രകാരമുള്ള സിലബസ് എന്ന് പറയുന്നത് ആദ്യം വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടേഷനിൽ ഹാർബേഴ്സ്, ബ്രേക്ക് വാട്ടേഴ്സ്, ഡോക്സ്, നാവിഗേഷണൽ എയ്ഡ്സ് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റിൽ പഠിക്കുന്നത്. ശേഷം ഇതിൽ ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. ആകെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ഹൈവേ എഞ്ചിനീയറിംഗ് അതുപോലെ റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ് ഈ ഒരു പേപ്പറിൽ കവർ ചെയ്തിട്ടുള്ളത്. സോ ഹൈവേ എഞ്ചിനീയറിംഗിൽ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, വേരിയസ് ട്രാഫിക് സ്റ്റഡീസ്, ട്രാഫിക് സിഗ്നൽസിനെ കുറിച്ച്, പിന്നെ ഹൈവേ ഇൻ്റർസെക്ഷൻസ്, റോഡ് ആക്സിഡൻറ്റ്സ്, ഹൈവേ സേഫ്റ്റി, ദെൻ TRM കാർഡ്, ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഹൈവേ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ശേഷം റെയിൽവേ എഞ്ചിനീയറിംഗിൽ റെയിൽവേ ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും. ഇത്രയുമാണ് ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 5 ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാർബർ ആൻഡ് ഡോക്ക് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ചാപ്റ്റർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ്, ദെൻ ബ്രേക്ക് വാട്ടേഴ്സ്, 4th ചാപ്റ്റർ ഡോഗ്സ് ആൻഡ് 5th വൺ നാവിഗേഷണൽ എയ്ഡ്സ്. ഈ രീതിയിൽ 5 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ തിയറിയാണ്, സിമ്പിൾ തിയറി ആയതുകൊണ്ട് ഒരു ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സിന് ഒരുമിച്ചൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. സോ ഞാനിവിടെ നൊട്ടേഷൻ കൊടുത്തത് ചാപ്റ്റർ 1.1, അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ. ആ രീതിയിലാണ് ഇവിടെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചീപ്പസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ആദ്യം മുതലേ ഓൾഡസ്റ്റ് ആയിട്ടുമുള്ളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് നമ്മളുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ബൾക്കി ഗുഡ്സ് ലോങ് ഡിസ്റ്റൻസ് ക്യാരി ചെയ്യാനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. അതുപോലെ ഇത് നാച്ചുറൽ ട്രാക്കാണ് ഇതിനുള്ളത്. നമ്മളുടെ സാധാരണ ഹൈവേ ഒക്കെ പോലെ റോഡ് കൺസ്ട്രക്ഷൻ അങ്ങനെ ക്ലിയർഡ് റൂട്ടൊന്നും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കറിയാം, വെള്ളത്തിലൂടെ ഷിപ്സും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നതാണല്ലോ. സോ ഇത് നാച്ചുറൽ ട്രാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഈ വക ഒന്നുമില്ല. അത് കാരണമാണ് ഇത് ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുന്നത്. ഇനി ആക്ച്വലി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓഷ്യൻ ട്രാൻസ്പോർട്ട്. നൗ ഇൻലൻഡ്, സോ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻലാൻഡ് ആൻഡ് ഓഷ്യൻ. ഇൻലാൻഡ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു റിവേഴ്സ്, ലേക്സ്, കനാൽസ്, അതായത് ത്രൂ റിവേഴ്സ്, ത്രൂ ലേക്സ്, ത്രൂ കനാൽസ്, സ്മോൾ ബോട്ട്സ് ആൻഡ് സ്റ്റീമേഴ്സ് എക്സെട്ര ആണ് ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഇനി കമ്പയറിങ് ഇൻ ഓഷ്യൻ അഗെയിൻ ക്ലാസിഫൈഡ് ആസ് കോസ്റ്റൽ ഷിപ്പിംഗ് ഉണ്ട്, ഓവർസീസ് ഷിപ്പിംഗ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു രീതിയിലുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നൗ കമ്മിങ് ടു ഇൻലൻഡ് ട്രാൻസ്പോർട്ട്, മെയിനായിട്ട് റിവേഴ്സും കനാൽസും യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇൻലൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആണ്, കനാൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ വാട്ടർ വേസ് ആണ് അല്ലേ. സ്മോൾ ബോട്ട്സ് ഒക്കെയാണ് റിവേഴ്സിലും കനാൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്. കനാൽസ് മേ ബി ഇറിഗേഷന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാവാം, ഓർ അതർവൈസ് നാവിഗേഷനിൽ രണ്ടിന് വേണ്ടിയിട്ടും ഉണ്ടാവും. പിന്നെ കനാൽസിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം ആർട്ടിഫിഷ്യലി ഒരു കനാൽ ഉണ്ടാക്കുകയാണ്. സോ അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ഇങ്ങനത്തെ ഒരു എമൗണ്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല റിവേഴ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ ലേക്സ് മേ ബി ഇത് നാച്ചുറൽ ആവാം, ലൈക്ക് റിവേഴ്സ്, അല്ലെങ്കിൽ ലേക്സ് എന്ന് പറയുന്നത് മേ ബി ആർട്ടിഫിഷ്യൽ ആവാം. രണ്ട് രീതിയിലും ലേക്സും വരുന്നുണ്ട്. ഓഷ്യൻ ട്രാൻസ്പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഓഷ്യൻ എന്തായാലും ഫോറിൻ ട്രേഡാണ് അല്ലേ. ഒരു കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്കുള്ള ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഓഷ്യൻ ട്രാൻസ്പോർട്ടിൽ മിക്കവാറും വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ട്രാക്കാണ്. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആവശ്യമില്ല, മെയിൻ്റനൻസിനൊന്നും കോസ്റ്റ് ആവശ്യമില്ല, ചീപ്പസ്റ്റാണ്. ഇനി ഓഷ്യൻ ട്രാൻസ്പോർട്ട് തന്നെ 2 എണ്ണമാണുള്ളത്, കോസ്റ്റൽ ഷിപ്പിങ്ങും ഓവർസീസ് ഷിപ്പിങ്ങും ആണുള്ളത്. ഓക്കെ, കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത്
അതായത് ക്യാരിയിങ് ഗൂഡ്സ് ഫ്രം വൺ പാർട്ട് ടു അനദർ ഇൻ എ കൺട്രി, അതായത് ഒരു കൺട്രിയുടെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഗുഡ്സ് ക്യാരി ചെയ്യുന്നതിനാണ് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈവേയിലേക്കാളും അല്ലെങ്കിൽ റോഡ് മാർഗം അല്ലെങ്കിൽ റെയിൽ മാർഗത്തിനേക്കാളും ഒക്കെ ചീപ്പസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അധികം ഒരുപാട് ദൂരം ഉണ്ടെങ്കിലൊക്കെ ബൾക്കി ഗുഡ്സ് ക്യാരി ചെയ്യാൻ കോസ്റ്റൽ ഷിപ്പിംഗ് ആണ് ഏറ്റവും ബെറ്റർ. സോ അത് ചീപ്പറാണ്, ക്വിക്കർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഹെവി ബൾക്കി ആയിട്ടുള്ള ഗുഡ്സൊക്കെ ക്യാരി ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്. അതായത് കോൾ, അയൺ ഓറൊക്കെ അതുപോലെ ഡിസ്റ്റൻറ്റ് പ്ലേസിലേക്ക് ക്യാരി ചെയ്യാനൊക്കെ കോസ്റ്റൽ ഷിപ്പിംഗ് ആണ് വളരെ എളുപ്പം. അതൊരു ലിമിറ്റഡ് ഏരിയാസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഓവർസീസ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓവർസീസ് ഷിപ്പിങ്ങിൽ അത് എന്താണ്, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ട്രാൻസ്പോർട്ടേഷനിലാണ് ഓവർസീസ് ഷിപ്പിങ്ങിൽ വരുന്നത്. അത് യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് വെസൽസ് ആണ്. അത് ലാർജ് ഷിപ്സ് 3 ടൈപ്സ് ഉണ്ട്: ലൈനേഴ്സ്, ട്രാംസ്, ടാങ്കേഴ്സ്. ഈ 3 ടൈപ്പ് ഷിപ്സിലാണ് നമ്മൾ സാധാരണ ഓവർസീസ് ഷിപ്പിംഗ് വരുന്നത്. അതിൽ ലൈനേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഷിപ്സ് വിച്ച് ഹാവ് റെഗുലർ ഫിക്സഡ് റൂട്ട്സ് അറ്റ് ടൈംസ് ആൻഡ് ചാർജസ്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടാവും, അതിന് ഫിക്സഡ് റൂട്ടാണ്, ഫിക്സഡ് ടൈമിലാണ് അതിൻ്റെ യാത്ര, അതുപോലെ ഫിക്സഡ് ചാർജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ലൈനേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതൊരു കളക്ഷൻ ഓഫ് വെസൽസ് അണ്ടർ വൺ ഓണർഷിപ്പ്, ഏതെങ്കിലും ഒരു ഓണർഷിപ്പിലെ ഒരു കളക്ഷൻ ഓഫ് വെസൽസ് ആയിരിക്കും. അതൊരു കൃത്യമായിട്ടുള്ളൊരു യൂണിഫോം ആയിട്ട് റെഗുലർ ആയിട്ടുള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലൈനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഷെഡ്യൂൾഡ് ഡേറ്റ് ആൻഡ് ടൈമിൽ, അതായത് അതിൽ കാർഗോ അതിൽ ഫുള്ളായിട്ടുണ്ടോ ഇല്ല എന്ന് നോക്കുന്നില്ല, അതിൻ്റെ കറക്റ്റ് ഷെഡ്യൂൾ ആയാൽ അത് ട്രാവൽ ചെയ്ത് തുടങ്ങും. ആ രീതിയിലാണ് ലൈനേഴ്സ് വരുന്നത്. ഇനി ട്രാംസ് എന്ന് പറയുന്നതും ലാർജ് ഷിപ്സ് തന്നെയാണ്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഫിക്സഡ് റൂട്ട് ഇല്ല. ഓക്കെ, അതിനങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് റേറ്റ് ഷെഡ്യൂളോ ഒന്നുമില്ല. അതായത് എപ്പോഴാണോ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ കാർഗോസ് എല്ലാം ഫില്ലാവുന്നത്, കംപ്ലീറ്റ്ലി ഫില്ലാകുന്നത്, ആ സമയത്ത് അത് യാത്ര പോകുന്നു. ആ രീതിയിലാണ് ട്രാംസിൻ്റെത്. ഓക്കെ, അതുപോലെ ദേ ആർ റെഡി ടു സെയിൽ എനിവെയർ ആൻഡ് അറ്റ് എനി ടൈം. എവിടേക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് ടൈമിലാണെങ്കിലും ട്രാംസ് ആർ റെഡി ടു ഗോ. ആ രീതിയിലാണ് ട്രാംസിൻ്റെ കാര്യം. ലൈനേഴ്സ് അങ്ങനെ ആയിരുന്നില്ല. അതിന് ഫിക്സ്ഡ് റൂട്ട് ഉണ്ട്, ഫിക്സ്ഡ് ടൈം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മാത്രമേ അത് ചെയ്യേണ്ടായുള്ളൂ. പിന്നെ അതുപോലെ ലൈനേഴ്സ് പോലെ അത്ര തന്നെ ഫാസ്റ്റ് അല്ല. അത് സാധാരണ ട്രാംസ് യൂസ് ചെയ്യുന്നിട്ടുള്ളത് മോർ സ്യൂട്ടബിൾ ടു ക്യാരി സീസണൽ ആൻഡ് ബൾക്കി ഗുഡ്സ് യൂസ് ചെയ്യാനാണ് ട്രാംസ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ടാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഓയിൽ, പെട്രോള് അതുപോലത്തെ ലിക്വിഡ്സിനും എല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ള ഷിപ്സാണ് ടാങ്കേഴ്സ് എന്ന് പറഞ്ഞത്. അവരുടെ 2 to 3 lakh ടൺസ് ഓഫ് കപ്പാസിറ്റി ഉണ്ടാവും അതിന്. ഓക്കെ, ആ രീതിയിലാണ് ടാങ്കേഴ്സ് ഉള്ളത്. ഇതാണ് ഓവർസീസ് ഷിപ്പിങ്ങിൽ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ, ഇപ്പം വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഏകദേശം ചെറിയൊരു ഔട്ട്ലൈൻ ആയി. ഇനി ചാപ്റ്റർ സെക്കൻഡ് ആണ്, അതായത് ചാപ്റ്റർ 1.2, അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ആൻ ഹാർബർ? ഹാർബറിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇനി പറയാനുള്ളത്. സോ ഹാർബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലേസ് ഓൺ ദി കോസ്റ്റ് വെയർ ഷിപ്സ് മേ മൂവ് ഇൻ ഷെൽട്ടർ, എസ്പെഷ്യലി വൺ പ്രൊട്ടക്റ്റഡ് ഫ്രം റഫ് വാട്ടർ ബൈ പ്യുവർ സ്റ്റഡീസ് എക്സെട്ര. അതായത് നമ്മളുടെ കോസ്റ്റിൽ ഷിപ്സൊക്കെ മൂവ് ചെയ്യും. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഷിപ്സും ലാർജ് വെസൽസിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഷിപ്സുകളൊക്കെ ഒരു ഷെൽട്ടറിൽ അല്ലെങ്കിൽ ആങ്കറേജ് ചെയ്തിട്ട് നിൽക്കുക. ആ ഒരു ലെവലിൽ നമ്മൾ കോസ്റ്റിനോട് അടുപ്പിച്ചിട്ട് കുറച്ച് നേരം നിർത്തി സ്റ്റോപ്പ് ചെയ്തിടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം. ഓക്കെ, ആ ഒരു ഏരിയക്കാണ് നമ്മൾ ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ അതിനൊരു കോസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കടലിൻ്റെ വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന ആ സിറ്റുവേഷനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വേവ്സ് എല്ലാം വരുമല്ലോ. സോ ആ വേവ്സിനെ കുറച്ച് തടഞ്ഞു നിർത്തിയിട്ട് അത്ര തന്നെ സാധാരണ ഉള്ള നോർമലി ഉണ്ടാകുന്ന വേവ്സിനെ അത്ര തന്നെ ഇതിലേക്ക് വരാത്ത രീതിയിൽ പ്യുവേഴ്സോ ജെറ്റീസോ ഒക്കെ ആ റഫ് വാട്ടറിൻ്റെ ടർബുലൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതിനെയാണ് ഹാർബർ എന്ന് പറയുന്നത്. സോ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ഷിപ്സ് നിർത്തിയിട്ടിട്ടുണ്ട്. ഓക്കെ,
ഇനി മേജർ ആയിട്ടുള്ള അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് നാച്ചുറൽ ഹാർബേഴ്സ് ഉണ്ട്, സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ആകെ മൊത്തം ഹാർബേഴ്സിന് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇറ്റ് മേ ബി എയ്തർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. ഇനി പറയുകയാണെങ്കിൽ നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയുമ്പോൾ മീനിങ് നമുക്ക് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് നാച്ചുറലി ഒക്കറിങ് ആണ്. ഓക്കെ, അതായത് അതിന് ഹാർബറിന് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഫോർമേഷൻസോ കാര്യങ്ങളോ നാച്ചുറലി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ അതിനൊരു ഹാർബറാക്കി മാറ്റി അത് സെറ്റ് ചെയ്യുന്നതാണ് നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ ഫോർമേഷൻസ് ആണ്. അതെന്താണ്, ഈ ഷിപ്സിനൊക്കെ സീ കോസ്റ്റിൽ സേഫായിട്ട് ഡിസ്ചാർജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ക്രീക്സോ ബേസിൻസോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫോർമേഷൻ ആയിരിക്കും, നാച്ചുറലി ഒക്കറിങ് ആയിരിക്കും. ഓക്കെ, വൺ എക്സാമ്പിളാണ് മുംബൈ ഹാർബർ. ഓക്കെ, ഫിഗറിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ, അത് മുംബൈ ഹാർബറിൻ്റെ പിക്ചറാണ്. സോ മുംബൈ ഹാർബർ വൺ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ ഹാർബേഴ്സ്. ഇനി നെക്സ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് എന്താണ്, നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് നാച്ചുറലി ഒരു ഹാർബർ ഇല്ലാത്ത രാജ്യങ്ങൾ അവർക്ക് ഒരു സീ കോസ്റ്റ് എന്താണ് അവരുടെ കൺട്രി ബൗണ്ടറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിന് പറ്റിയ ഒരു ഏരിയ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു ഹാർബറിനെ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ അവർ ഹാർബറാക്കി മാറ്റിയിട്ട് ഒരു എൻജിനീയറിങ് സ്കില്ലും യൂസ് ചെയ്തിട്ട് അവിടെ ഈ ഷിപ്സിനൊക്കെ ഷെൽട്ടറും കാര്യങ്ങളും കൊടുക്കുന്ന രീതിയിൽ ഒരു ഹാർബർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഹാർബേഴ്സ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ അതിന് വൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെന്നൈ ഹാർബർ. ഇറ്റ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ ഹാർബർ. അപ്പം ചെന്നൈ ഹാർബറാണ് ആർട്ടിഫിഷ്യൽ ഹാർബറിനുള്ള ഒരു എക്സാമ്പിൾ. അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ചാപ്റ്റർ പറയുന്നത്, ഹാർബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.